ഓം ശാന്തി 5/5/2024 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 15/11/1999. മുരളിയുടെ ടൈറ്റിലാണ് ബാബയ്ക്ക് സമാനമാകുന്നതിനുള്ള സഹജ പുരുഷാർത്ഥം ആജ്ഞാകാരി ആകൂ. ഇന്ന് ബാബ്ദാദ തന്റെ ഹോളി ഹംസ സംഘത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടിയും ഹോളി ഹംസമാണ്. സദാ മനസ്സിൽ ജ്ഞാനരത്നങ്ങൾ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹോളി ഹംസങ്ങളുടെ ജോലി തന്നെ വ്യർത്ഥമാകുന്ന കല്ലുകൾ ഉപേക്ഷിച്ച് ജ്ഞാനരത്നങ്ങൾ മനനം ചെയ്യുക എന്നതാണ്. ഓരോ രത്നവും എത്ര അമൂല്യമാണ്. ഓരോ കുട്ടിയും ജ്ഞാനരത്നങ്ങളുടെ ഖനിയായി മാറിയിരിക്കുന്നു. ജ്ഞാനരത്നങ്ങളുടെ ഖജനാവിനാൽ സദാ നിറഞ്ഞിരിക്കുന്നു. ഇന്ന് ബാബ്ദാദ കുട്ടികളിൽ ഒരു വിശേഷ കാര്യം പരിശോധിച്ചു. അത് എന്തായിരിക്കും? ജ്ഞാനം അല്ലെങ്കിൽ യോഗം സഹജമായി ധാരണ ചെയ്യുന്നതിനുള്ള ലളിതമായ മാർഗമാണ് ബാബയുടെയും ദാദയുടെയും ആജ്ഞാകാരി ആയിരിക്കുക എന്നത്. ബാബയുടെ രൂപത്തിലും ആജ്ഞാകാരി, ശിക്ഷകന്റെ രൂപത്തിലും സദ്ഗുരുവിന്റെ രൂപത്തിലും ആജ്ഞാകാരി. 3 രൂപങ്ങളിലും ആജ്ഞാകാരിയാകുക എന്നാൽ സഹജ പുരുഷാർത്ഥിയാകുക. കാരണം 3 രൂപങ്ങളിലൂടെയും കുട്ടികൾക്ക് ആജ്ഞ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അമൃതവേള മുതൽ രാത്രി വരെ ഓരോ സമയവും ഓരോ കർത്തവ്യത്തിന്റെയും ആജ്ഞ ലഭിച്ചിട്ടുണ്ട്. ആജ്ഞ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ യാതൊരു പ്രകാരത്തിലുമുള്ള പരിശ്രമം അല്ലെങ്കിൽ പ്രയാസം അനുഭവപ്പെടുകയില്ല. ഓരോ സമയത്തെയും മനസ്സിലെ സങ്കല്പം, വാക്ക്, കർമ്മം 3 പ്രകാരത്തിലുമുള്ള ആജ്ഞ വ്യക്തമായി ലഭിച്ചിട്ടുണ്ട്. ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഇത് ശരിയാണോ തെറ്റാണോ ചിന്തിക്കേണ്ട ബുദ്ധിമുട്ട് പോലുമില്ല. പരമാത്മാവിന്റെ ആജ്ഞ തന്നെയാണ് സദാ ശ്രേഷ്ഠം. ഏതെല്ലാം കുമാരന്മാർ വന്നിട്ടുണ്ടോ അവരുടേത് വളരെ നല്ല സംഘടനയാണ്. ഓരോരുത്തരും ബാബയുടേതായപ്പോൾ തന്നെ ബാബയോട് പ്രതിജ്ഞ ചെയ്തിട്ടില്ലേ? ബാബയുടേതായ ഉടനെ ഏറ്റവും ആദ്യം ചെയ്ത പ്രതിജ്ഞ എന്താണ്? ബാബ, ശരീരം, മനസ്സ്, ധനം എന്തെല്ലാം ഉണ്ടോ കുമാരന്മാരുടെ പക്കൽ ധനം അധികം ഉണ്ടാകില്ല, എന്നാലും എന്താണോ ഉള്ളത് അതെല്ലാം അങ്ങയുടേതാണ്. ഈ പ്രതിജ്ഞ ചെയ്തില്ലേ? ശരീരവും മനസ്സും ധനവും സംബന്ധവും എല്ലാം അങ്ങയുടേത്. ഈ പ്രതിജ്ഞയും ശക്തമായി ചെയ്തില്ലേ? ശരീരം, മനസ്സ്, ധനം, സംബന്ധം എല്ലാം അങ്ങയുടേതാണെങ്കിൽ പിന്നെ ബാക്കി എന്റേത് എന്താണ് ഉള്ളത്? വീണ്ടും എന്റേത് എന്തെങ്കിലും ഉണ്ടോ? എന്താണുണ്ടാവുക? ശരീരം, മനസ്സ്, ധനം, ജനം എല്ലാം ബാബയ്ക്ക് സമർപ്പിച്ചു. കർമ്മ മേഖലയിലുള്ളവർ ചെയ്തോ? മധുബൻ നിവാസികൾ ചെയ്തോ? ഉറപ്പല്ലേ? മനസ്സ് ബാബയുടേതാണെങ്കിൽ പിന്നെ എനിക്ക് മനസ്സും ഇല്ലല്ലോ. അതോ മനസ്സ് എന്റേതാണോ? എന്റെ എന്ന് വിചാരിച്ച് ഉപയോഗിക്കണോ? മനസ്സ് ബാബയ്ക്ക് കൊടുത്തുവെങ്കിൽ അതും നിങ്ങളുടെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. പിന്നെ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? എന്റെ മനസ്സ് വിഷമിക്കുന്നു, എന്റെ മനസ്സിൽ വ്യർത്ഥം വരുന്നു, എന്റെ മനസ്സ് ചഞ്ചലമാകുന്നു. എന്റേതേ അല്ല, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. എങ്കിലിത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതിനെ സ്വന്തമാക്കലല്ലേ? മായയ്ക്കുള്ള വാതിലാണ് ഞാനും എന്റേതും. ശരീരം പോലും താങ്കളുടേതല്ലെങ്കിൽ
പിന്നെ ദേഹാഭിമാനത്തിന്റെ എന്റെ എന്നത് എവിടെ നിന്ന് വന്നു? മനസ്സും നിങ്ങളുടേതല്ല എങ്കിൽ എന്റെ എന്റെ എന്ന് എവിടെ നിന്ന് വന്നു? നിങ്ങളുടേതാണോ അതോ എന്റേതോ? ബാബയുടേത് എന്ന് പറയുക മാത്രമാണോ ചെയ്യണ്ടേ? പറയുന്നത് ബാബയുടേത്, പിന്നെ മനസ്സിൽ എന്റേത് എന്നല്ലല്ലോ. ആദ്യത്തെ പ്രതിജ്ഞ ഓർമ്മിക്കൂ. ദേഹാഭിമാനത്തിന്റെ ഞാനും എന്റേതും അല്ല. അതിനാൽ ബാബയുടെ ആജ്ഞയാണ് ശരീരവും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് എന്ന് മനസ്സിലാക്കൂ. മനസ്സും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കൂ. എങ്കിൽ പരിശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും ദുർബലത വരുന്നു എങ്കിൽ അത് ഈ രണ്ട് ശബ്ദത്തിൽ നിന്നാണ്, ഞാനും എന്റേതും. നിങ്ങളുടെ ശരീരവുമല്ല, ദേഹാഭിമാനത്തിന്റെ ഞാനും അല്ല. മനസ്സിൽ എന്ത് സങ്കല്പം വന്നാലും ആജ്ഞാകാരി ആണെങ്കിൽ ബാബയുടെ ആജ്ഞ എന്താണ്? പോസിറ്റീവ് ചിന്തിക്കൂ, ശുഭഭാവന സങ്കല്പം ചെയ്യൂ. ഉപയോഗശൂന്യമായ സങ്കല്പം ചെയ്യുക, ഇത് ബാബയുടെ ആജ്ഞയാണോ? അല്ല. മനസ്സ് നിങ്ങളുടേതല്ല എങ്കിൽ, വ്യർത്ഥ സങ്കല്പം ചെയ്യുന്നു എങ്കിൽ ബാബയുടെ ആജ്ഞ പ്രയോഗത്തിൽ കൊണ്ടുവന്നില്ല എന്നല്ലേ? ഞാൻ പരമാത്മാവിന്റെ ആജ്ഞാകാരി കുട്ടിയാണ് എന്ന ഒരു വാക്ക് മാത്രം ഓർമ്മിക്കൂ. ഇത് ബാബയുടെ ആജ്ഞയാണോ അല്ലയോ എന്നത് ചിന്തിക്കൂ. ആരാണോ ആജ്ഞാകാരി കുട്ടികൾ അവർക്ക് സദാ ബാബയുടെ ഓർമ്മ സ്വതവേ വരുന്നു. സ്വാഭാവിക സ്നേഹം വരുന്നു. പെട്ടെന്ന് തന്നെ ബാബയുടെ സാമീപ്യം ഉണ്ടാകുന്നു. എങ്കിൽ പരിശോധിക്കൂ, ഞാൻ ബാബയുടെ സമീപമാണോ? ബാബയുടെ ആജ്ഞാകാരി ആണോ? ഒരു വാക്ക് അമൃതവേളയിൽ ഓർമ്മിക്കാൻ സാധിക്കും, ഞാൻ ആരാണ്? ആജ്ഞാകാരിയാണോ അതോ ഇടയ്ക്ക് ആജ്ഞാകാരിയും ഇടയ്ക്ക് ആജ്ഞയെ മാറ്റി നിർത്തുന്നവനുമാണോ? ബാബ്ദാദ സദാ പറയുന്നു, ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു ബാബയുടെ സംബന്ധം മാത്രമാണ് ഓർമ്മ വരുന്നത് എങ്കിൽ ഹൃദയത്തിൽ നിന്ന് ബാബ എന്ന് വരും. അതിനാൽ സമീപതയുടെ അനുഭവം ഉണ്ടാകുന്നു. മന്ത്രം പോലെ ബാബ ബാബ എന്ന് വെറുതെ പറയരുത്. അവർ രാമ രാമ എന്ന് പറയുന്നു, നിങ്ങൾ ബാബ ബാബ എന്ന് പറയുന്നു. എന്നാൽ ബാബ എന്നത് ഹൃദയത്തിൽ നിന്ന് വരണം. ഓരോ കർമ്മം ചെയ്യുന്നതിനു മുമ്പും പരിശോധിക്കൂ, ശരീരത്തിന് വേണ്ടി, മനസ്സിന് വേണ്ടി, ധനത്തിന് വേണ്ടി ബാബയുടെ ആജ്ഞ എന്താണ്? കുമാരന്മാരുടെ പക്കൽ എത്ര കുറച്ച് ധനമായാലും ധനത്തിന്റെ കണക്ക് ഏത് പ്രകാരത്തിൽ വെക്കാനാണോ ബാബ ആജ്ഞ നൽകിയിരിക്കുന്നത് അതുപോലെ വെച്ചിട്ടുണ്ടോ? അതോ വരുന്നതുപോലെ ചിലവാക്കുകയും ആണോ? ഓരോ കുമാരനും ധനത്തിന്റെ കണക്കും വെക്കണം. ധനം എവിടെ എങ്ങനെ ഉപയോഗിക്കണം, മനസ്സിനെയും എവിടെ എങ്ങനെ ഉപയോഗിക്കണം, ശരീരത്തെയും എവിടെ ഉപയോഗിക്കണം, ഇതിന്റെ എല്ലാം കണക്ക് ഉണ്ടായിരിക്കണം. ദാദിമാർ ധാരണാ ക്ലാസുകൾ എടുക്കുമ്പോൾ പറഞ്ഞു തരുന്നില്ലേ ധനം എങ്ങനെ ഉപയോഗിക്കണം എന്ന്? കണക്ക് വെച്ചോ? കുമാരന്മാർക്കറിയില്ലേ കണക്ക് എങ്ങനെ വെക്കണം, എവിടെ വെക്കണം? ഇതറിയാമോ? കുറച്ചുപേർ കൈ ഉയർത്തിയിട്ടുണ്ട്, പുതിയവരും ഉണ്ട്. ഇവർക്കറിയില്ല എന്തെല്ലാം ചെയ്യണം എന്ന്. ഇവർക്ക് തീർച്ചയായും പറഞ്ഞു കൊടുക്കണം. നിശ്ചിന്തരായി മാറും, ഭാരം അനുഭവപ്പെടില്ല. കാരണം നിങ്ങളുടെ എല്ലാം ലക്ഷ്യമാണ്. കുമാരൻ എന്നാൽ ലൈറ്റ്, ഡബിൾ ലൈറ്റ്. ഞങ്ങൾക്ക് നമ്പർ 1 വരണം എന്ന് കുമാരന്മാർക്ക് ലക്ഷ്യമില്ലേ? അതിനാൽ
ലക്ഷ്യത്തോടൊപ്പം ലക്ഷണവും വേണം. ലക്ഷ്യം വളരെ ഉയർന്നതാണ്, എന്നാൽ ലക്ഷണം ഇല്ല എങ്കിൽ ലക്ഷ്യത്തിൽ എത്തുക പ്രയാസമാണ്. അതിനാൽ എന്താണോ ബാബയുടെ ആജ്ഞ അത് സദാ ബുദ്ധിയിൽ വെച്ച് കാര്യത്തിൽ വരൂ. ബാബ്ദാദ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ബ്രാഹ്മണ ജീവിതത്തിലെ മുഖ്യ ഖജനാവാണ് സങ്കല്പം, സമയം, ശ്വാസം. നിങ്ങളുടെ ശ്വാസം പോലും വളരെ അമൂല്യമാണ്. ഒരു ശ്വാസം പോലും സാധാരണമാകരുത്, വ്യർത്ഥമാകരുത്. ഭക്തിയിൽ പറയാറുണ്ട്, ഓരോ ശ്വാസത്തിലും ഇഷ്ടദേവനെ ഓർമ്മിക്കൂ എന്ന്. ശ്വാസം പോലും വ്യർത്ഥമായി പോകരുത്. ജ്ഞാന ഖജനാവ്, ശക്തികളുടെ ഖജനാവ് ഇവയെല്ലാം ഉണ്ട്. എന്നാൽ മുഖ്യമായത് ഈ 3 ഖജനാവുകളാണ്. ഇവ ആജ്ഞ അനുസരിച്ച് സഫലമാകുന്നുണ്ടോ? വ്യർത്ഥം വരുന്നില്ലല്ലോ. കാരണം വ്യർത്ഥമായി പോകുന്നതിലൂടെ സമ്പാദ്യം ഉണ്ടാകുന്നില്ല. സമ്പാദ്യത്തിന്റെ കണക്ക് ഇപ്പോൾ ഈ സംഗമത്തിൽ തന്നെ സമർപ്പിക്കണം. സത്യ ത്രേതാ യുഗങ്ങളിൽ ശ്രേഷ്ഠ പദവി നേടാനാണെങ്കിലും ദ്വാപര കലിയുഗത്തിൽ പൂജ്യ പദവി നേടാനാണെങ്കിലും രണ്ടിന്റെയും സമ്പാദ്യം ഈ സംഗമത്തിൽ തന്നെ ചെയ്യണം. ഈ കണക്കനുസരിച്ച് നോക്കൂ, സംഗമയുഗത്തിന്റെ ജീവിതത്തിന്റെ ചെറിയ ഈ ജന്മത്തിലെ സങ്കല്പം, സമയം, ശ്വാസം എത്ര അമൂല്യമാണ്. ഇതിൽ അലസരാകരുത്. വരുന്നതുപോലെ ദിവസം ചിലവാക്കി കളഞ്ഞു. ദിവസം ചിലവാക്കുകയല്ല, എന്നാൽ ഒരു ദിവസത്തിൽ വളരെ വളരെ നഷ്ടപ്പെടുത്തി. എപ്പോഴെങ്കിലും അനാവശ്യ സങ്കല്പം, അനാവശ്യ സമയം ഉണ്ടായി എങ്കിൽ ഇങ്ങനെ വിചാരിക്കരുത്, പോട്ടെ 5 മിനിറ്റ് പോയി. എന്നാൽ ലാഭിക്കൂ. ഇപ്പോഴത്തെ സമയമനുസരിച്ച് നോക്കൂ, പ്രകൃതി തന്റെ കാര്യത്തിൽ എത്ര വേഗതയിലാണ്. എന്തെങ്കിലും കളി കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. അവിടെയും ഇവിടെയുമെല്ലാം കളി കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രകൃതിപതി ബ്രാഹ്മണ കുട്ടികളുടെ കളി ഒന്നു മാത്രമാണ്, പറക്കുന്ന കലയുടെ. പ്രകൃതി കളി കാണിച്ചു എന്നാൽ ബ്രാഹ്മണർ തന്റെ പറക്കുന്ന കലയുടെ കളി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ചില കുട്ടികൾ ബാബ്ദാദയ്ക്ക് ഒഡീസയിലെ കടൽക്കാറ്റിന്റെ റിസൾട്ട് എഴുതി. ഇങ്ങനെ ഉണ്ടായി, അങ്ങനെ ഉണ്ടായി. അപ്പോൾ പ്രകൃതിയുടെ ആ കളി കണ്ടില്ലേ? എന്നാൽ ബാബ്ദാദ ചോദിക്കുന്നു, നിങ്ങൾ പ്രകൃതിയുടെ കളി കണ്ടുകൊണ്ടിരിക്കുക മാത്രമാണോ ചെയ്തത്, അതോ പറക്കുന്ന കലയുടെ കളിയിൽ ബിസിയായോ? അതോ വെറുതെ വാർത്തകൾ കേട്ടിരുന്നോ? വാർത്തകൾ എല്ലാവർക്കും കേൾക്കേണ്ടി വരുന്നു. എന്നാൽ വാർത്തകൾ കേൾക്കുന്നതിൽ എത്രത്തോളം താൽപര്യമുണ്ടോ അത്രയും പറക്കുന്ന കലയിൽ ബിസിയായി ഇരിക്കുന്നതിലും താൽപര്യമുണ്ടോ? ചില കുട്ടികൾ ഗുപ്ത യോഗികളാണ്. ഇങ്ങനെയുള്ള ഗുപ്ത യോഗികൾക്ക് ബാബ്ദാദയുടെ സഹായവും വളരെ ലഭിക്കുന്നു. ഇങ്ങനെയുള്ള കുട്ടികൾ സ്വയം അചഞ്ചലരും സാക്ഷിയുമായിരിക്കുകയും സമയമനുസരിച്ച് വായുമണ്ഡലത്തിനും സഹയോഗം നൽകും. ഏതുപോലെ സ്ഥൂല സഹായം നൽകുന്നവർ ഗവൺമെന്റ് ആയാലും സമീപവാസികളായാലും സഹായം നൽകാൻ തയ്യാറാകുന്നു, അതുപോലെ ബ്രാഹ്മണാത്മാക്കളും തങ്ങളുടെ സഹയോഗം, ശക്തി, ശാന്തി നൽകുന്നതിന്റെ, സുഖം നൽകുന്നതിന്റെ ആ ശ്രേഷ്ഠ കാര്യം ചെയ്തുവോ? ഏതുപോലെ ഗവൺമെന്റ് ഇങ്ങനെയെല്ലാം ചെയ്തു, ഇന്ന ദേശം ഇത് ചെയ്തു എന്നിങ്ങനെ പ്രഖ്യാപനങ്ങൾ ഉടനെ നടത്തുന്നത്? എങ്കിൽ ബാബ്ദാദ ചോദിക്കുന്നു, താങ്കൾ ബ്രാഹ്മണർ നിങ്ങളുടെ ഈ കാര്യങ്ങൾ ചെയ്തുവോ? നിങ്ങളും ജാഗ്രതയോടെ ഇരിക്കണം. സ്ഥൂല സഹായം ചെയ്യുന്നതും ആവശ്യം തന്നെയാണ്. ബാബ്ദാദ തടയുന്നില്ല.
എന്നാൽ എന്താണോ ബ്രാഹ്മണാത്മാക്കളുടെ വിശേഷ കാര്യം, ഇത് മറ്റാർക്കും തന്നെ നൽകുവാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള സഹായം ജാഗ്രതയോടെ ഇരുന്ന് നിങ്ങൾ നൽകിയോ? നൽകേണ്ടേ? അതോ അവർക്ക് വസ്ത്രം വേണം, ധാന്യങ്ങൾ വേണം എന്ന് മതിയോ? എന്നാൽ ആദ്യം മനസ്സിന് ശാന്തി വേണം, നേരിടാനുള്ള ശക്തി വേണം. സ്ഥൂലത്തോടൊപ്പം സൂക്ഷ്മ സഹായവും നൽകാൻ ബ്രാഹ്മണർക്ക് മാത്രമേ കഴിയൂ. മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. ഇതൊന്നുമല്ല, വെറും റിഹേഴ്സൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഉള്ളത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ പരിശീലനം ബാബ അല്ലെങ്കിൽ സമയം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിൽ എന്തെല്ലാം ശക്തികൾ, ഖജനാവുകൾ നിങ്ങളുടെ പക്കലുണ്ടോ അവയെല്ലാം സമയമനുസരിച്ച് ഉപയോഗിക്കാൻ അറിയാമോ? കുമാരന്മാർ എന്തു ചെയ്യും? ശക്തികൾ ശേഖരിച്ചുവോ? ശാന്തി ശേഖരിച്ചുവോ? ഉപയോഗിക്കാൻ അറിയാമോ? കൈ വളരെ നന്നായി ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ പ്രയോഗിച്ചു കാണിക്കണം. സാക്ഷിയായി കാണണം, കേൾക്കണം, സഹയോഗം നൽകണം. അവസാനം യഥാർത്ഥ പാർട്ട് വരും. അതിനെ സാക്ഷിയായും നിർഭയമായും കാണുകയും പാർട്ട് അഭിനയിക്കുകയും ചെയ്യണം. ഏതു പാർട്ടാണ്? ദാതാവിന്റെ മക്കൾ ദാതാക്കളായി ആത്മാക്കൾക്ക് എന്താവശ്യമുണ്ടോ അത് നൽകിക്കൊണ്ടിരിക്കും. മാസ്റ്റർ ദാതാവല്ലേ? സമ്പാദ്യം ശേഖരിച്ചു വെക്കൂ. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം സമ്പാദ്യമുണ്ടോ അത്രയും ദാതാവാകാൻ സാധിക്കും. അന്തിമം വരെയും തനിക്ക് വേണ്ടി സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദാതാവാകുക സാധ്യമല്ല. ഏത് ശ്രേഷ്ഠ പദവിയാണോ അനേക ജന്മത്തേക്ക് നേടേണ്ടത് അത് പ്രാപ്തമാകില്ല. അതിനാൽ ഒരു കാര്യം നിങ്ങളുടെ പക്കൽ ശേഖരിച്ചു വെക്കൂ. ശുഭഭാവനയുടെയും ശ്രേഷ്ഠ കാമനയുടെയും ഭണ്ഡാരം സദാ നിറഞ്ഞിരിക്കണം. രണ്ടാമത്തേത്, ഏതാണോ വിശേഷ ശക്തികൾ, ആ ശക്തികൾ ഏത് സമയം ആർക്ക് ആവശ്യമുണ്ടോ അവർക്ക് നൽകാൻ കഴിയണം. ഇപ്പോൾ സമയമനുസരിച്ച് സ്വന്തം പുരുഷാർത്ഥത്തിൽ സങ്കല്പവും സമയവും നൽകൂ. കൂടെ തന്നെ ദാതാവായി വിശ്വത്തിനും സഹയോഗം നൽകൂ. നിങ്ങളുടെ പുരുഷാർത്ഥം പറഞ്ഞു, അമൃതവേളയിൽ തന്നെ ഞാൻ ആജ്ഞാകാരി കുട്ടിയാണ് എന്ന് ചിന്തിക്കൂ. ഓരോ കർമ്മത്തിനും ഉള്ള ആജ്ഞകൾ ലഭിച്ചു. ഉണരുന്നതിന്, ഉറങ്ങുന്നതിന്, കഴിക്കുന്നതിന്, കർമ്മയോഗി ആകുന്നതിന്. ഓരോ കർമ്മത്തിന്റെയും ആജ്ഞ ലഭിച്ചു. ആജ്ഞാകാരിയാകുക, ഇത് തന്നെയാണ് ബാബയ്ക്ക് സമാനമാകുക എന്നത്. ശ്രീമതമനുസരിച്ച് മാത്രം നടക്കുക, സ്വന്തം മതമനുസരിച്ചും അല്ല, പരമത്ത് അനുസരിച്ചുമല്ല. മാറ്റങ്ങൾ വരുത്തൽ ഇല്ല. ഇടയ്ക്ക് സ്വന്തം മതമനുസരിച്ച്, ഇടയ്ക്ക് മറ്റുള്ളവരുടെ മതമനുസരിച്ച് നടക്കുകയാണെങ്കിൽ പരിശ്രമിക്കേണ്ടി വരും. എളുപ്പമാകില്ല. കാരണം സ്വന്തം മതവും മറ്റുള്ളവരുടെ മതവും പറക്കാൻ അനുവദിക്കില്ല. സ്വന്തം മതവും മറ്റുള്ളവരുടെ മതവും ഭാരമുള്ളതാണ്. ഭാരം പറക്കാൻ അനുവദിക്കില്ല. ശ്രീമതം ഡബിൾ ലൈറ്റ് ആക്കുന്നു. ശ്രീമതത്തിനനുസരിച്ച് നടക്കുക എന്നാൽ സഹജമായി ബാബയ്ക്ക് സമാനമാകുക എന്നാണ്. ശ്രീമതം അനുസരിച്ച് നടക്കുന്നവരെ ഏതൊരു പരിതസ്ഥിതിക്കും താഴെ കൊണ്ടുവരാൻ സാധിക്കില്ല. എങ്കിൽ ശ്രീമതം അനുസരിച്ച് നടക്കാൻ അറിയുമോ? ശരി, കുമാരന്മാർ ഇപ്പോൾ എന്തു ചെയ്യും? ക്ഷണം ലഭിച്ചു, പ്രത്യേക സേവനമുണ്ടായി. നോക്കൂ എത്ര പ്രിയപ്പെട്ടവരായി. എങ്കിൽ ഇനി മുന്നോട്ട് എന്തു ചെയ്യും? പ്രതികരിക്കുമോ? അതോ അവിടെ പോയാൽ അവിടത്തെ, ഇവിടെ വന്നാൽ ഇവിടത്തെ എന്നാണോ? അങ്ങനെ അല്ലല്ലോ.
ഇവിടെ നല്ല സന്തോഷത്തിലാണ്. മായയുടെ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇവിടെ മധുബനിലും മായ വന്നവരായി ആരെങ്കിലും ഉണ്ടോ? മധുബനിലും പരിശ്രമിക്കേണ്ടി വരുന്ന ആരെങ്കിലും ഉണ്ടോ? സുരക്ഷിതരാണ്. നല്ലത്. ബാബ്ദാദയ്ക്കും സന്തോഷമാണ്. യുവാക്കളുടെ ഗ്രൂപ്പിനെ ഗവൺമെന്റും അംഗീകരിക്കുന്ന ഒരു സമയം വരും. എന്നാൽ നിങ്ങൾ എപ്പോൾ വിഘ്ന വിനാശകരാകുന്നുവോ അപ്പോഴേ ഉണ്ടാകൂ. വിഘ്ന വിനാശകൻ എന്ന് ആരുടെ പേരാണ്? നിങ്ങളുടെ തന്നെയല്ലേ? കുമാരന്മാരുമായി ഏറ്റുമുട്ടാൻ വിഘ്നങ്ങൾക്ക് ധൈര്യമുണ്ടാകില്ല. അപ്പോൾ പറയും വിഘ്ന വിനാശകൻ എന്ന്. വിഘ്നങ്ങൾക്ക് പരാജയമുണ്ടാകും, എന്നാൽ യുദ്ധം ചെയ്യില്ല. വിഘ്ന വിനാശകരാകാനുള്ള ധൈര്യമുണ്ടോ? അതോ അവിടെ പോയതിനു ശേഷം കത്തെഴുതുമോ? ദാദി വളരെ നല്ലതായിരുന്നു, എന്നാൽ അറിയില്ല എന്ത് സംഭവിച്ചു എന്ന്. ഇങ്ങനെ എഴുതില്ലല്ലോ. ഈ സന്തോഷ വാർത്ത എഴുതൂ. ശരി, വളരെ നല്ലത്. വിഘ്ന വിനാശകനാണ്. ഒരു വാക്ക് മാത്രം എഴുതിയാൽ മതി. വളരെ നീണ്ട കത്തൊന്നും എഴുതേണ്ട. നല്ലത്. ശരി. മധുബനിലെ വിശേഷങ്ങളും ബാബ്ദാദയുടെ അടുക്കൽ എത്തി. മധുബനിലുള്ളവർ തങ്ങളുടെ ചാർട്ട് അയച്ചു. ബാബ്ദാദയുടെ അടുത്തെത്തി. ബാബ്ദാദ എല്ലാ കുട്ടികളെയും ആജ്ഞ അനുസരിക്കുന്ന ആജ്ഞാകാരി കുട്ടികൾ എന്ന കണ്ണോടെ കാണുന്നു. പ്രധാനപ്പെട്ട കാര്യം ലഭിച്ചു. എവർ റെഡിയായി ചെയ്തിട്ടുണ്ട്. ഇതിന് വിശേഷ ആശീർവാദം നൽകിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ കാര്യം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ദാദിയോട് ബാബ പറഞ്ഞു, താങ്കളും റിസൾട്ട് നോക്കി ക്ലാസ് എടുക്കണം. തന്റെ അവസ്ഥയുടെ ചാർട്ട് നന്നായി എഴുതിയിട്ടുണ്ട്. ബാബ്ദാദ ആശീർവാദം നൽകിക്കൊണ്ടേയിരിക്കുന്നു. സത്യമായ ഹൃദയത്തിൽ സത്യമായ പ്രഭുവിന്റെ പ്രീതി ഉണ്ടാകുന്നു. ശരി, 4 ഭാഗത്തുമുള്ള ബാബ്ദാദയുടെ ആജ്ഞാകാരി കുട്ടികൾക്ക്, സദാ വിഘ്ന വിനാശകരായ കുട്ടികൾക്ക്, സദാ ശ്രീമതത്തിലൂടെ സഹജമായി നടക്കുന്ന കുട്ടികൾക്ക്, പരിശ്രമമുക്തരായി കഴിയുന്നവർക്ക്, സദാ സന്തോഷത്തിൽ പറക്കുന്നവർക്കും പറക്കാൻ സഹായിക്കുന്നവർക്കും, സർവ ഖജനാവിന്റെ ഭണ്ഡാരവും നിറഞ്ഞിരിക്കുന്നവരായ ബാബ്ദാദയുടെ സമീപവും സമാനവും ആയി ഇരിക്കുന്നവരുമായ കുട്ടികൾക്ക് വളരെ വളരെ സ്നേഹസ്മരണയും നമസ്തേയും. കുമാരന്മാർക്കും വിശേഷിച്ച് അക്ഷീണരും എവർ റെഡിയുമായി സദാ പറക്കുന്ന കലയിൽ പറക്കുന്നവർക്കും ബാബ്ദാദയുടെ വിശേഷ സ്നേഹസ്മരണ. ബ്രാക്കറ്റിൽ ബാബ്ദാദ ഡയമണ്ട് ഹാളിലിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ദൃഷ്ടി നൽകുന്നതിനായി ഹാളിലൂടെ കറങ്ങി. ബാബ്ദാദയ്ക്ക് ഓരോ കുട്ടിയോടും വളരെ വളരെ സ്നേഹമാണ്. എന്നാൽ ബാബ്ദാദയ്ക്ക് സ്നേഹം കുറവാണ് എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ ചിലപ്പോൾ മറന്നേക്കാം. എന്നാൽ ബാബ നിരന്തരം ഓരോ കുട്ടിയുടെയും മാല ജപിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഓരോ കുട്ടിയുടെയും വിശേഷത ബാബ്ദാദയുടെ കൂടെ തന്നെ ഉണ്ട്. ഓരോ കുട്ടിയും വിശേഷത ഉള്ളവരല്ല എന്നല്ല, ഓരോ കുട്ടിയും വിശേഷപ്പെട്ടവരാണ്. ബാബ ഒരിക്കലും ഒരു കുട്ടിയെയും മറക്കുന്നില്ല. അതിനാൽ എല്ലാവരും തന്നെ വിശേഷ ആത്മാവാണ്, വിശേഷ കാര്യത്തിന് നിമിത്തമായവരാണ്. ഇങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. ശരി. വരദാനം: സദാ ആത്മീയ സ്ഥിതിയിലിരുന്ന് മറ്റുള്ളവരെയും ആത്മാവായി കാണുന്ന ആത്മീയ റോസാ പുഷ്പങ്ങളായി ഭവിക്കൂ. ആത്മീയ റോസാ പുഷ്പമെന്നാൽ ആരിലാണോ സദാ ആത്മീയ സുഗന്ധം ഉള്ളത്. ആത്മീയ സുഗന്ധമുള്ളവർ
എവിടെ നോക്കിയാലും ആരെ നോക്കിയാലും ആത്മാവിനെ കാണും, ശരീരത്തെ അല്ല. അതിനാൽ സ്വയം സദാ ആത്മീയ സ്ഥിതിയിലിരിക്കൂ. മറ്റുള്ളവരെയും ആത്മാവായി കാണൂ. ഏതുപോലെ ബാബ ഉയർന്നതിലും ഉയർന്നതാണോ അതേപോലെ ബാബയുടെ പൂന്തോട്ടവും ഉയർന്നതിലും ഉയർന്നതാണ്. ആ പൂന്തോട്ടത്തെ വിശേഷ അലങ്കാരമായ റോസാപുഷ്പമാണ് നിങ്ങൾ കുട്ടികൾ. നിങ്ങളുടെ ആത്മീയ സുഗന്ധം അനേക ആത്മാക്കൾക്ക് മംഗളം ചെയ്യുന്നതാണ്. സ്ലോഗൻ: മര്യാദ ലംഘിച്ച് ആർക്കെങ്കിലും സുഖം നൽകി എങ്കിൽ അതും ദുഃഖത്തിന്റെ കണക്കിൽ ശേഖരിക്കപ്പെടുന്നു. ഓം ശാന്തി.